നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ വേദയോട് സംസാരിച്ചിട്ട് വിക്രം താഴെ ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. വിക്രത്തിന്റെ മനസ്സ് വല്ലാതെ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. വേദ തന്നോട് ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് തിരികെ കൊണ്ടുപോകണം എന്നായിരുന്നു വിക്രത്തിന്റെ ആഗ്രഹം. പക്ഷേങ്കിൽ താൻ പറയുന്നൊന്നും കേൾക്കാൻ പോലും അവൾ കൂട്ടാക്കില്ല. ശ്രീനിസാറിനോടൊപ്പമുള്ള തൻ്റെ കൂട്ടുകെട്ട് ഈ ഇലക്ഷനോട് കൂടി താൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും അവൾക്ക് അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. തന്നെ ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ മനസ്സിൽ വേറെന്തോ ഒരു കാര്യമുണ്ട്. ഇതുകൊണ്ടൊന്നും അല്ല അവൾ തന്നെ ഒഴിവാക്കുന്നത്, വേറെന്തോ കാരണമാണെന്ന് വിക്രത്തിന് മനസ്സിലായി. അങ്ങനെ വിക്രം ആകെപ്പാടെ വിഷമിച്ച് ചെല്ലുമ്പോഴത്തേനും മാഷി ചോദിച്ചു, എന്താടാ നീ വേദയോട് സംസാരിച്ചോന്ന് ചോദിച്ചു. സംസാരിച്ചെന്ന് പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞു? അവളൊന്നും പറഞ്ഞില്ല അച്ഛാ, അവൾ വരാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ മോള അവള്, എനിക്ക് അവളെ നന്നായിട്ടറിയാം. അവൾക്ക് പറ്റിയ തെറ്റ് അവൾ തിരുത്താൻ തീരുമാനിച്ചു. അതാ ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല, വെറുതെ അവളോട് സംസാരിച്ച് സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഒന്നുമല്ലെങ്കിലും എൻ്റെ മരുമകളായിട്ട് കുറച്ച് കാലം അവിടെ നിന്നല്ലേ, അപ്പം പിന്നെ എനിക്ക് അവളോട് സംസാരിക്കണം. ഒരു പക്ഷേങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മായച്ചു കളയണം. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണന്മാർ വേണ്ടേ അതൊക്കെ തിരുത്താനായിട്ട്. എനിക്ക് എന്താണല്ലോ ഒരു അവസരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് ഒടുവിൽ വേദയെ കാണാൻ ചെല്ലുക. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പം വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിക്രത്തോട് പറയുന്ന പോലെയല്ല, മാഷിനോട് അങ്ങനെ എടുത്തടിച്ച് പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് മാഷ് ചോദിച്ചു, എന്താ വേദ, നിനക്കിതെന്താ സംഭവിച്ചേ? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഒരു പക്ഷേ വിക്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കുക. അവനിനി ആ ശ്രീനിവാസനുമായിട്ടുള്ളൊരു ബന്ധവും ഉണ്ടാകത്തില്ല. അയാളുമായിട്ട് യാതൊരു ബന്ധത്തിനും അവൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ശരിയാകത്തില്ല അച്ഛാ, ഞാനും വിക്രം തമ്മിലുള്ള ജീവിതം അതിന് മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷി ചോദിച്ചു, അല്ല എന്താ മോളെ, അതിന് കാരണം എന്താ? ശ്രീനിവാസനാണോ കാരണം? അതേ അച്ഛാ, പലപ്പോഴും ഞാൻ വിക്രത്തോട് പറഞ്ഞു, പക്ഷേങ്കിൽ വിക്രം അതിനൊന്നും തയ്യാറാകുന്നില്ല. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, കുറച്ചുകൂടെ വിശ്വസനീയമായി എന്തെങ്കിലും കഥ മോൾക്ക് പറയായിരുന്നു, അതും എന്നോട് മോളിൽ കള്ളത്തരം പറയണ്ട. എനിക്കറിയാം മോളുടെ മനസ്സിൽ അതൊന്നും അല്ല. ശ്രീനിവാസനും വിക്രവും നമ്മളുടെ കൂട്ടുകെട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ ആ വീട് വിട്ടിറങ്ങിയാനും. പക്ഷെ അന്നൊന്നും പോരാഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ ഈ വീട്ടിലുള്ളവരെ ബാക്കിയുള്ളവരെയൊക്കെ മോൾക്ക് പറ്റിക്കായിരിക്കും ശ്രീനിസാറിൻ്റെ പേര് പറഞ്ഞ്. പക്ഷെ എൻ്റെ അടുത്ത് നടപ്പാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അച്ഛാ ഞാൻ വേണ്ട, പറയാൻ ബുദ്ധിമുട്ടുണ്ടേ പറയണ്ട. ഇനി ഞാൻ കൂടുതലൊന്നും ചോദിച്ച് മെനക്കെടുന്നില്ല. നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നീ ആരെയോ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയിട്ടുണ്ട്. എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന്. വിക്രം ജയിലിലായ സമയത്ത് നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളും അറിയാം. നീ ഇത്രയും കാലം ആ വീട്ടിൽ നിന്നെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നീ വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ട്. നീ പുറമെ ആരോട് എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ നിന്റെ ഉള്ളിൽ എനിക്കറിയാൻ സാധിക്കും. ഒന്നുമല്ലേലും കുറേ വർഷം കുട്ടികളെ പഠിപ്പിച്ചല്ലേ, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നീ പറ, കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛൻ ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ പറയാനായിട്ട്. നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തേ? നീ അങ്ങോട്ടേക്ക് വാ, നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. നീ കാരണമാണ് വിക്രത്തിന് ഇത്ര മാറ്റം ഉണ്ടായത്. വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ടതുപോലെ നീ കാരണമാണ്. പിന്നെ ആ കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾ നീ എടുത്തു നോക്കിയേ. ആദ്യമൊക്കെ വന്നപ്പോൾ നിന്നെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. വെറുതെ 10 ദിവസം കഴിയുമ്പോൾ നീ ആ വീട് വിട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ആ കുടുംബം നന്നാക്കാനായിട്ടാണ് നീ നോക്കിയത്. എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ നീ അവിടെ ജീവിച്ചേ. ഇന്ന് വരെ എനിക്ക് നിന്നോട് ദേഷ്യം കാര്യങ്ങളും തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പതുക്കെ അത് മാറി. അതെല്ലാം കേട്ട് ഞാൻ വേദ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അച്ഛാ, അതാ ഞാൻ മോളോട് ചോദിച്ചേ, കാര്യം എന്താന്ന് പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പോഴേക്കും വേദ പറഞ്ഞു, അച്ഛാ ഞാൻ ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാഷ് പറഞ്ഞു, അത് നീയാണോ മോളെ തീരുമാനിക്കണമെന്ന് ചോദിച്ചു. അതേ അച്ഛാ, ഞാൻ വന്നാൽ ശരിയാകത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പലരുടെയും കണ്ണീര് കാണേണ്ട വരും. അത് കാണാൻ എനിക്ക് ത്രാണിയില്ലാത്തതുകൊണ്ട് അച്ഛാ, എനിക്കിപ്പോൾ ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ. ഈ വേദയ്ക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിക്രത്തിൻ്റെ ഒപ്പമായിരിക്കും, അല്ലാതെ വേറെ വേദയ്ക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായൊരു കാരണം ഉണ്ടെന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷ് ചോദിച്ചു, അല്ല ആ കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ലേ മോളെ, നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല അച്ഛാ, ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും വിഷമാവും.
ഒരു പക്ഷേങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന അച്ഛന് എന്നോട് പോലും ചിലപ്പോൾ ദേഷ്യം തോന്നിയതിരിക്കും. അതുകൊണ്ട് അത് വേണ്ട. അച്ഛനിപ്പോൾ തൽക്കാലത്തേക്ക് വിക്രത്തെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഞാൻ അങ്ങോട്ടേക്ക് വരും. ഇപ്പോഴത്തെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം ഞാൻ വരൂ. പക്ഷേ വിക്രത്തോടൊന്നും ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, മോളെ നിന്റെ മനസ്സിൽ എന്തോ വലിയൊരു സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാനാണെങ്കിലും ഇങ്ങോട്ട് വരാതിരുന്നേ. പക്ഷേങ്കിൽ ഇനി നീ അങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും നല്ല വിഷമത്തിലാണ്. കമലെ ശ്രീജയൊക്കെ അത് നല്ല വിഷമത്തിലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ പറഞ്ഞു, സാരമില്ല അച്ഛാ, പോട്ടെ. എനിക്കറിയാം നിങ്ങളെല്ലാവരുടെയും വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് കുറച്ച് ജോലിയുണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ജോലികളൊക്കെ തടസ്സപ്പെടും. അതിന് ഏറ്റവും നല്ലത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചേ. അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറഞ്ഞു. കുട്ടികൾ മാഷ് പറഞ്ഞു, നിന്റെ ഇഷ്ടവിതാണ്, അത് തന്നെ നടക്കട്ടെ. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. നിനക്ക് എപ്പോൾ വേണമല്ലോ അങ്ങോട്ടേക്ക് വരാം. ആ വീടിൻ്റെ വാതിൽ നിനക്കായിട്ട് എപ്പോഴും തുറന്നു കിടക്കും. നീ അങ്ങോട്ട് വന്നാൽ മാത്രം മതി. ഇനി വരുന്ന സമയത്ത് വിക്രത്തിന് ഭാര്യയായിട്ട് വേണം വരാൻ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാഷും കൂട്ടി സങ്കടത്തോടെ ഇറങ്ങിപ്പോവാണ്. പിന്നീട് മാഷ് വിക്രത്തെയും കൂട്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണ സന്തോഷമായി. ഭാഗ്യം വേദയെ ആ കൂടെ പോകാൻ കൂട്ടാക്കിയല്ലോ. പക്ഷേ എങ്കിലും മാഷൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. വേദ കരയുന്ന സമയത്ത് ദീപ്തി അങ്ങോട്ട് വന്നു. ദീപ്തി വന്നിട്ട് എന്താ ചേച്ചി എന്തിനാ കരയണമെന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞൊന്നുമില്ല, വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട. ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് അവർ വന്നിട്ട് പോയതിൽ. ചേച്ചി എന്താ ചേച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അവരോടൊപ്പം പോയിക്കൂടായിരുന്നോ? അവരെത്ര സന്തോഷത്തോടെ ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നേ. എന്നിട്ടോ ചേച്ചി അവരോടൊപ്പം പോകാതെ ഇവിടെ വാശി പിടിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി ചേച്ചി ഇങ്ങനെയൊക്കെ? ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ? ഈ കുടുംബത്തിൽ നിന്നാ അറിയാലോ. ചേച്ചിയെ വേറെ കല്യാണം കഴിപ്പിച്ച് വിടാൻ ഇവിടെ ഉള്ളവർ ശ്രമിക്കുകയുള്ളൂ. ചേച്ചി വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രം. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ദീപ്തി. പിന്നെ ഉണ്ടാകത്തില്ല പോലും, നമുക്ക് കാണാമെന്ന് പറയണം. ആ സമയം പത്മയോട് ശങ്കരനാരായണൻ പറഞ്ഞു, പത്മേ വേദ എന്തായാലും പോകാൻ കൂട്ടാക്കിയില്ല. അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് വന്ന മട്ട. അതെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ വിക്രത്തോട് ഇഷ്ടം തന്നെയാണെന്ന് തോന്നുന്നു. ശങ്കരേട്ട അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, വിക്രം വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദയെ ശ്രദ്ധിച്ചായിരുന്നോ? അവളുടെ മുഖമൊക്കെ ആകെപ്പട വല്ലാതിരിക്കുക. അല്ലേലും പണ്ടത്തെ പോലെ ഒന്നുമല്ല. ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കണില്ല. എപ്പോഴും ഓരോ ആലോചന ഇരിപ്പും കാര്യങ്ങളൊക്കെയാ. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അതൊക്കെ മാറിക്കോളും. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവളെ വേറെ കല്യാണം കഴിപ്പിക്കണം. അപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആയിക്കോളും. അവളുടെ ഇപ്പോഴത്തെ ഈ വിഷമവും കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. ഇതേസമയം വിക്രത്തെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാഷ് പറഞ്ഞു, തോറ്റുപോയില്ലടാ നമ്മളെ നിന്ന് ചോദിക്കണം. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, എനിക്കറിയാം അവളുടെ മനസ്സ് വേറെ എന്തോ ഉണ്ട് അച്ഛാന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, അതേടാ, അവൾക്ക് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാരണമുണ്ട്. അല്ലാതെ നിന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നുമല്ല അവൾ വരാതിരിക്കുന്നത്. അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടാ. ആർക്കൊക്കെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭർത്താവായ നീ അവളെ ഒരിക്കൽ പോലും അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട് അവൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവൾക്ക് അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവൾ എന്താണേലും വരും. ഉറപ്പായിട്ടും അവൾ തിരികെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരൂടാ. അവൾ എങ്ങോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രത്തെ സമാധാനിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.